ദിസ് ഈസ് മൈ കോളേജ് റൂട്ടീൻ. എന്തിനോ രാവിലെ എഴുന്നേൽക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, കോളേജിലോട്ട് പോകുന്നു. ലിറ്ററലി മൈ കോളേജ് വാസ് എ മിഡ് ലൈഫ്. അവിടെ ചെല്ലുന്നു, വെറുതെ ഇരിക്കുന്നു, ഉറങ്ങുന്നു, പഠിക്കുന്നു, തിരിച്ചു പോകുന്നു. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വ്ളോഗ്. സോ ഞാൻ പുതിയ വ്ളോഗ് ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ എൻ്റെ ഗ്രാജുവേഷനാണ്. തമിഴിൽ കണ്ട പോലെ എൻ്റെ ഗ്രാജുവേഷൻ, എൻ്റെ കോളേജിൽ നിന്ന് ഞാൻ ഗ്രാജുവേറ്റ് ആയി പോവാണ്. ഞാൻ പഠിച്ചൊരു BCom ആണ്. ഞാൻ BCom സ്റ്റുഡൻറ്റ്, തേർഡ് ഇയർ, നോട്ട് ഗ്രാജുവേറ്റഡ്, ഗോയിങ് ടു ബി ഗ്രാജുവേറ്റഡ്. നാളെയാണ് ഗ്രാജുവേഷൻ. പിന്നെന്താ, ഞാൻ പഠിച്ചത് BVM ഹോളി ക്രോസ് ചെറുപ്പങ്ക കോളേജിലാണ്. അത്ര വലിയ ഫേമസ് ഒന്നും അല്ല. നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്താലേ കിട്ടുള്ളായിരിക്കും. അല്ലെങ്കിൽ അവിടെ പഠിച്ചിട്ടുള്ളവർ കമൻറ്റ് ബിലോ ആൻഡ് കമൻറ്റ് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ദെയർ. സോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ വലിയ സുഖമൊന്നുമില്ലായിരുന്നു. മിഡായിരുന്നു, ഒരു മിഡ് കോളേജ് ലൈഫ്. വലിയതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. പക്ഷേ കോളേജ് ലൈഫിൽ കയറിയപ്പോൾ കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ചെന്ന് കോളേജ് ലൈഫ് എന്താണ്, അല്ലെങ്കിൽ കോളേജ് എന്താണെന്നൊക്കെ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെന്നപ്പോൾ കിട്ടിയില്ല. ആ സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിവേസ്, വലിയ മിഡ് ലൈഫായിരുന്നെങ്കിലും എന്തായാലും കോളേജ് ലൈഫ് അല്ലേ, അങ്ങനെ കോളേജിൽ നിന്ന് തന്നെ സംഭവം എൻഡ് ചെയ്യുവാണ്. അപ്പം അതിൻ്റെ ഗ്രാജുവേഷൻ സെറമണിക്ക് നാളെ പോകണം. അപ്പം എന്താ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ എല്ലാവരും അവരുടേതായ എഫേർട്സൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും നല്ല ഡ്രസ്സിങ്സിലാണെങ്കിലും ഔട്ട്ഫിറ്റ്സിലാണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരുടേതായ എഫേർട്സൊക്കെ ഇട്ട് പോകുന്നു. അപ്പോൾ നമ്മളൊന്നും വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നമ്മൾ വ്ളോഗ് എടുക്കുന്നു. പിന്നെ ഔട്ട്ഫിറ്റ് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ നാളെ കോട്ടാണ് ഇടുന്നത്, ഒരു ബ്ലാക്ക് കോട്ട് ആൻഡ് ബ്ലാക്ക് സ്യൂട്ട് മീൻസ് പാൻസിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഒരു സംഭവമാണ് അത് പറയാം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നാളെയാണ് അതൊക്കെ ഞാൻ കാണിക്കാം. എന്താ, സോ എല്ലാവരും അവരുടേതായി ചെയ്യുമ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, മോശമല്ലേ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ പറയാനാണ്. അപ്പം ഇനിയിപ്പം നാളെ എന്തായാലും കോളേജിൽ 9 മണിയാകുമ്പോൾ എത്തണമെന്നാണ് പറഞ്ഞത്. സോ നാളെ ഇനി രാവിലെ ഏറ്റിട്ട് കാണാം. ബൈ. സോ ഗൈസ്, രാവിലെ എണീറ്റ് റെഡിയാണ്. ഇനിയിപ്പം റെഡിയാണ്, ഫ്രഷ് ആകണം, എന്നിട്ട് കോളേജിൽ പോകണം. ഞാൻ മുടിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. സോ റെഡി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. So my outfit is like changing my tracks into Gukas and t-shirt to shirt and plain shirt കാണാൻ something. എൻ്റെ ഒരു മണ്ടൊരു കോട്ടോടെ ഉണ്ട്, അത് ലെയർ ചെയ്യുന്നുള്ളൂ. ആൻഡ് ഒരു ഷൂസോടെ പെയർ ചെയ്തു. സോ ഗൈസ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഡ്രൈവിങ്ങിലാണ്. കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടവന്മാരോട് പോകാൻ കേട്ടോ. അവന്മാരോട് പൊക്കിയിട്ട് നേരെ കോളേജിലോട്ട് പിടിക്കുകയാണ്. സമയമാകാറായി. 8:51, 9 കോളേജിലെത്തുന്നതാണ് പറഞ്ഞത്. ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഇനിയിപ്പം പോൾ വാക്കർ കളി കാണാം. സോ അവന്മാരെ പൊക്കിയിട്ട് കാണാം. സോ ഹൈ ഗൈസ്, എല്ലാവരും വണ്ടി കയറി. ഒരു 4 പേര് കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നല്ലേടാ, 9 എല്ലാം പറഞ്ഞ 9:05. കുറച്ച് ലേറ്റായി വന്നാലും ഞങ്ങളായിരിക്കും മെയിൻ. അവിടെ എല്ലാരും ചെന്ന് വാതിലൊക്കെ പൂട്ടിയേറ്റ ക്ലാസ് ഇരിക്കാൻ നമ്മളിങ്ങനെ ചവിട്ടി തുറക്കണം അല്ലേ. ഏതായിരിക്കും കോട്ടൊക്കെ ഇട്ട് ചവിട്ടി മാർക്കോ വൈകുന്നു. കോളേജിലെത്തി. ഫ്രണ്ട്സാണ്, ക്ലാസ്മേറ്റ്സാണ്, എല്ലാവരും ഗ്ലൗസിലാണ്. ഇതാണ് ഞങ്ങളുടെ കോളേജ്. അതെൻ്റെ എൻട്രി. വലിയ കോളേജൊന്നുമല്ല കേട്ടോ, സുഖമൊന്നുമില്ല, കാണാനൊന്നും കൊള്ളത്തില്ല അല്ലേ. സോ ഞാൻ ഇപ്പോൾ കോട്ടിടുന്നില്ല. കോട്ടുണ്ട് കയ്യിൽ, പക്ഷെ കോട്ടിടുന്നില്ല. കോട്ട് ഞാൻ അവിടെ ചെന്ന് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വൈറ്റ് ലെയറിങ്ങിലാണ്. കൊള്ളാം. സോ എനിക്ക് കോട്ടില്ലാണ്ട് തന്നെ ഈ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോട്ടിട്ടും കൊള്ളാം. എന്തായാലും ക്ലാസ്സിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോളേജ്. ഈ ഒരു ബിൽഡിങ്ങേ ഉള്ളൂ. ഇതിൻ്റെ എൻ്റെ ബാക്കിലോട്ട് വേറെ ബിൽഡിംഗ് ഉണ്ട്. ഇത് എന്നാ സംഭവം? നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ട്. വേറെ വലിയ ഇൻഫ്രാസ്ട്രക്ചറസ് ആയിട്ടുള്ള കോളേജൊന്നും അല്ല. എന്തായാലും സോ ക്ലാസ്സിൽ ചെന്നിട്ട് കാണാം. ക്ലാസ്സിലുള്ള കുറേ ആൾക്കാർ ഇവിടെ പരിചയപ്പെടുത്താം, വ്ളോഗിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഗൗൺ വാങ്ങിച്ചു. ഞങ്ങൾ മറ്റേ കോട്ടിൻ്റെ മണ്ടേ പോലെയുള്ള ഗൗണും തൊപ്പിയൊക്കെയാണ് അല്ലേ. ഇവിടെ ഒപ്പിട്ട് വാങ്ങണം. ഒപ്പിട്ട് വാങ്ങിയിട്ട് ഇട്ട് നോക്കാം. വ്ളോഗാണ് വച്ചാൽ വ്ളോഗ്. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിലെത്തി. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. ഇത് വെറുതെ കൊണ്ടുവച്ചിരുന്നത് കേട്ടോ. പിന്നെ
ഞങ്ങളുടെ ക്ലാസ്. ഈ കോട്ട് ഇട്ടുകൊണ്ട് നിൽക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള പരിപാടി ഞാൻ ഓർത്തില്ല. മാങ്ങാത്തൊലി വേർത്ത് കുളിച്ച് ഒരിടപാടായി. ഇതുവരെ വേർത്തില്ല. ഇനി അവിടെ പോയി ഇതുകൂടെ ഇടണം എൻ്റെ മണ്ടേ കൂടെ. അപ്പോൾ വീണ്ടും വേർക്കും. അപ്പോൾ നന്നായിട്ട് വേർക്കും. അൺബെയറബിൾ ഗൈസ്, അൺബെയറബിൾ. ഹലോ ആരുമില്ല ഹലോ പറയും. ഹലോ. എല്ലാവരും മറ്റേ കോട്ടിടുന്നതിൻ്റെ തിരക്കിലാണ്. എല്ലാവരും അവരുടെ തിരക്കിലാണ്. കോട്ടിടുന്നു, ഞാനും കോട്ടിടുന്നു. ഈ സാധനം എങ്ങനെ ഇടേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കൊള്ളാം. എന്തായാലും ഞങ്ങളെല്ലാം ഇട്ടിട്ട് ഇവിടുന്ന് ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. സ്വന്തം കോളേജിൻ്റെ സ്വന്തം ഓഡിറ്റോറിയം അല്ല. ഞങ്ങൾക്ക് കോളേജിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, ചെറുപ്പങ്ക പള്ളി. അതൊരു ഫേമസ് പള്ളി കേട്ടോ. അത് അറിയാവുന്നവർക്ക്, അപ്പം അറിയില്ലാത്തവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം അതിൻ്റെ ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. അവിടെയാണ് ഞങ്ങളുടെ ഫംഗ്ഷൻ നടത്തുന്നത്, സെറമണി നടത്തുന്നത്. സോ അങ്ങോട്ടൊക്കെ പോയിട്ട് കാണാം. അവിടെ ചെന്നിട്ട് കാണിക്കാം. ഞാനൊരു ഇതെന്താണ് ഇത്? കുക്കോ? നല്ല ഓഞ്ഞ കോലമായിട്ടുണ്ട്, ഭയങ്കര ഷോക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വടി കൊള്ളാം, കുഴപ്പമില്ല. ദൂരെ നിന്ന് കാണുമ്പോൾ കുഴപ്പമില്ലായിരിക്കും, നൈസായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ സീനില്ല വലിയ സീനില്ല. ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടു ലൈനായിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി സംഭവങ്ങളാണ്. ഇതെന്നെ കൊള്ളാം, നല്ല കോമാളിയായിട്ടുണ്ട് അല്ലേ? കോമാളിയായിട്ടില്ലേ? അതിൻ്റെ പുറയിലുള്ള ബാക്കി റോൾ നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ദിവസം അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ വെളിയിലിറങ്ങി. മുട്ടിഞ്ഞ വെയിൽ, അതിൻ്റെ കൂടി ഈ സാധനം ഇട്ടുകൊണ്ടിരിക്കുക എന്ത് പാടാന്നറിയോ? കത്തിക്കരിഞ്ഞു പോവും. എന്തായാലും ഇതുകൂടെ എടുത്തിടണം. ഇതിപ്പോൾ കുറച്ച് തൽക്കാലത്തേക്ക് ഊരി വെച്ചേക്കുവാണ്. പേരെടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയം വരെ ചെല്ലണം. അവിടെ ആയിരിക്കും ഞങ്ങളുടെ സെറമണീസ് ആൻഡ് കാര്യങ്ങൾ. ഞങ്ങൾ BCA ഡിപ്പാർട്ട്മെൻറ്റ് അവരൊക്കെ പോയിട്ടുണ്ട്. BSW ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ BCom പിന്നെ ബാക്കിലുള്ള ആരൊക്കെയോ ചെല്ലാനും കൂടെ ഉണ്ട്. സോ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ സീറ്റിലിരുന്നു. അതിലും പറയടേ, സീറ്റിലിരുന്നു. ഒന്ന് പറയടേ, ആരും ഇല്ലടേ ഇവിടെ ഉള്ളവന്മാർക്കൊന്നും വൈബില്ല. സോ ഞങ്ങൾ സീറ്റിലിരുന്നു. ഇപ്പം സ്റ്റേജ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ്. ഞങ്ങളുടെ അല്ല, പള്ളിയുടെ സ്റ്റേജാണ്. അപ്പം ഇവിടെ ചെന്ന് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങണം, അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് വിളിക്കും. ഇപ്പോൾ ആദ്യം BCAനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ BCA ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ളവരൊക്കെ ആദ്യം വിളിച്ചിട്ട് BComലോട്ട് വരുള്ളൂ. അപ്പം എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ സീറ്റുകളും ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ളവരൊക്കെ വരുന്നുണ്ട്. സോ എൻ്റെ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, കുറേ നേരം ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ എൻ്റെ ഗിഫ്റ്റ് അല്ലല്ലോ, സർട്ടിഫിക്കറ്റ്സ് ആ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങാറാകുമ്പോഴത്തേനും ഞാൻ പറയാം അല്ലേ. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങാറാകുമ്പോഴത്തേനും ഞാൻ ഇവരെ ആരെയിലേക്ക് കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ട് ഞാൻ അത് വ്ളോഗിൽ ആഡ് ചെയ്യാം. അല്ലാതെ ഇവിടെ വെറുതെ ഇരിക്കാന്നുള്ളൂ. കുറേ നേരമായി ഇവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ വെറുതെ ഇരിപ്പിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ ഇവരെല്ലാം വിളിച്ച് എപ്പോഴാണോ ഞങ്ങളുടെ ആവുന്നത് അറിയില്ല. പെട്ടെന്ന് തീരുമാനിക്കുകയാണ്. ഒരുപാട് മെമ്പേഴ്സൊന്നും ഇല്ല. ഇനിയിപ്പം ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കാണിക്കാം. രക്ഷിതാക്കൾ ഞങ്ങൾ അർപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ ഈ കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കുവാനായി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും ഈ മനോഹരമായ ചടങ്ങിലേക്ക് അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഞങ്ങൾ തൊപ്പിയിട്ടു. ഞങ്ങൾ സമ്മാനം വാങ്ങാൻ പോവാണ്. ബാക്കി BCAക്കാരുടെ ബാക്കിലുണ്ടായിരുന്നൊക്കെ BCAക്കാരായിരുന്നു. അവരുടെയൊക്കെ തീർന്നെന്ന് പറയാം. ഇനിയിപ്പോൾ ഞങ്ങളുടെ ലൈൻ തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം ഞാൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിൻ്റെ വ്ളോഗ് കിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ കിട്ടില്ലായിരിക്കും, ക്ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് കാരണം ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ആരെല്ലാം വെച്ച് എടുപ്പിക്കാമെന്ന് ഓർത്തത്, പക്ഷെ അത് നടക്കില്ലായിരിക്കും. എനിവേസ് നോക്കാം, ട്രൈ ചെയ്യാം. Joel Dominic, Jomic Jones. ഗൈസ് ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. കുറച്ച് ഫോട്ടോ എടുപ്പ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി
സർട്ടിഫിക്കറ്റ്സ് ഇല്ല. ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് ക്ലാസ്സിലോട്ട് പോകുന്നില്ല. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ ഹാളിലെടുക്കും. ഞങ്ങളുടെ ക്ലാസ്സുകാരൊക്കെ വിളിക്കും. അപ്പം വിളിച്ചതിന് ശേഷം എല്ലാവരും വന്നിട്ട് ടിക്കറ്റ് എടുക്കും അല്ലേ? അതെ. അപ്പം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഹായ് ഗൈസ്, ഭയങ്കര സന്തോഷമുണ്ട് ഇവർക്ക് ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആയി പോകുന്നതിന്. പറ, കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും പറയല്ലോ. എല്ലാവരും നിന്ന് ചോദിച്ചാൽ എനിക്ക് ഇതൊക്കെ തന്നെ പറയുള്ളൂ. സന്തോഷം അയ്യോ ഭയങ്കര സന്തോഷം. പെട്ടെന്നൊന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം പെട്ടെന്ന് ഓരോരുത്തരിൽ നിന്ന് ഓരോ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇവളുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ചെയ്യാം. എന്താണ് പറയാനുള്ളത് ഗ്രാജുവേറ്റ് ആയി പോകുന്നതിന്? ഒന്നും പറയാനില്ല. സന്തോഷമാണോ സങ്കടമാണോ? എല്ലാം ഉണ്ട്. ഓക്കെ, എനിക്കും ഇതൊക്കെ തന്നെ. നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ അടുത്ത ഒപ്പീനിയൻ തരാൻ വന്നേക്കുന്നത്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഗ്രാജുവേഷൻ? ഇവിടുന്ന് പോകുന്നത് സന്തോഷമോ സങ്കടമോ? എന്നെ പോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് സന്തോഷം. പിന്നെ എന്താ പറയാനുള്ളത്? നിങ്ങൾ നന്നായിട്ട് ഞങ്ങൾ വേറെ ഫ്രണ്ടാണ്, എന്നെ വന്നിട്ടില്ല. ഓള് നന്നായിട്ട് ഒരുങ്ങിയൊക്കെയാണ് വന്നത്. ഫോട്ടോ ഊരുന്ന ഫോട്ടോ ഊരിയെ കണ്ടോ? ഇവിടെ ആരാ നിങ്ങൾ കണ്ടോ? നോ ബ്രോ. ലെറ്റ്സ് ലുക്ക്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇപ്പോൾ വിളിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വേഗം ഒന്ന് ക്ലാസ്സിൽ പോകണമായിരുന്നു. കാരണം ഞാൻ ഒരു കോട്ടോ ആയിട്ട് വന്നത് ക്ലാസ്സിൽ വെച്ചേക്കുക. ഇനി അതെടുക്കാൻ ക്ലാസ്സിൽ പോകണം. ഞാൻ റെൻറ്റിന് എടുത്തുകൊണ്ട് വന്നത്, അത് ക്ലാസ്സിൽ ഇരിക്കുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടം. ഭയങ്കര ചൂടായതുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചത്. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ ഈ കോപ്പും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെയും ചൂടായി. സോ ബൈ ബൈ. ഞങ്ങൾ വീണ്ടും ക്ലാസ്സിൽ വന്നേക്കുന്നു. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം കോട്ട് എടുത്തിട്ടേക്കുന്നു. അതിൻ്റെ കൂടെ പിന്നെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ ഈ കാണുന്ന ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാനാണെന്നാണ് പറയുന്നത്. അറിയില്ല, ചിലപ്പോൾ ചേഞ്ച് വരുമായിരിക്കും. മറ്റേ തൊപ്പി എറിയുന്ന ചടങ്ങില്ലേ, ഇങ്ങനെ എയറിൽ എറിയുന്ന സാധനം. അപ്പം അത് കിട്ടുവാണെങ്കിൽ കൊള്ളാം. അത് കമ്പനിയിലാക്കാൻ വല്ലതും നോക്കാം. അല്ല ഡോണോ ലെറ്റ്സ് ലുക്ക്. എന്താണ് പറയുന്നത്? അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ 3 വർഷത്തെ ക്ലാസ് തീർന്നിരിക്കുന്നു. വ്ലോഗ് ഉണ്ടോ? ഹായ് ഗൈസ്. അങ്ങനെ ആദ്യമായിട്ട് ജോയിൻ ഒരു വ്ലോഗിൽ ഗേൾസിന്റെ സാന്നിധ്യം പറഞ്ഞിരിക്കുകയാണ്. എന്താ സംസാരിക്കണ്ടേ? ഹായ് ഗൈസ്. നമ്മൾ എന്നാ പറയണ്ടേ? ഞങ്ങളുടെ ക്ലാസ് അങ്ങനെ ഞങ്ങളുടെ എല്ലാം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞു. ഇനി സെം എക്സാം മാത്രമേ ഞങ്ങൾക്ക് ബാക്കിയുള്ളൂ. പിന്നെ 2-3 സ്പെഷ്യൽ ക്ലാസ്, ഒരു ചെറിയ പ്രൊജക്ട്. അങ്ങനെ മനോഹരമായി അവസാനിച്ചു. തീരണ പ്രാർത്ഥിച്ച് തീർന്നാണ്. പക്ഷെ ഇപ്പൊ സങ്കടം വരുന്നു. കുറച്ച് സങ്കടം. എങ്ങനെയുണ്ട്? എന്റെ സൈഡ് വൈസ് ഇങ്ങനെയാ നോക്കുന്നത്. കണക്ക് പറയുന്നോടാ പൈസക്ക്. നമുക്ക് ഇനിയിപ്പോ ഇവിടുന്ന് മാറി നിൽക്കുക, എല്ലാം ശരിയാവില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഫോട്ടോസ് എടുക്കുകയാണ് അല്ലേ? ഫോട്ടോ സെഷൻസിലാണ്. കുറേ നേരം ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 2 മണിയായി. 2 മണി വരെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫോട്ടോ എടുപ്പ് തന്നെയായിരുന്നു. അതൊന്നും വ്ലോഗിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇപ്പോൾ തീരെ 5% ഉള്ളൂ. സോ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ചാർജ് ചെയ്യാൻ ഇനി പറ്റുവാണെങ്കിൽ നമുക്ക് ഇനി എടുക്കാം, അല്ലെങ്കിൽ സെറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം 5% ഉള്ളൂ. സോ വ്ലോഗ് എൻഡിങ് ഇപ്പോൾ ഒരു വ്ലോഗ് എൻഡിങ് കൊടുക്കുവാണ്.
നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ജോയലിന്റെ വ്ലോഗിൽ ലാസ്റ്റ് കോളേജിലെ ലാസ്റ്റ് വ്ലോഗാണെന്ന് എനിക്ക് തോന്നുന്നു. സോ അല്ല നമുക്ക് വൈകിട്ട് അത് കൊടുക്കാം. എങ്ങനെയുണ്ട് വൈവ? പക്ഷേ ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഫെയർവെൽ എല്ലാം കൂടെ ഇന്നുകൂടെ ശുഭദിനം. അതെ, തൽക്കാലം ഞാൻ ബായ് പറയാണ്. ഇനി ചാർജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ബ്ലോഗ് ചെയ്യാം. ഇത് തീർന്നില്ലേ? സോ ആരും വേണ്ട, ടാപ്പ് ചെയ്യുന്നില്ല. ഞങ്ങളിപ്പം വീഡിയോ അല്ലേ വണ്ടി കറക്കിയത് നിങ്ങൾ കണ്ടില്ലേ? അപ്പം അവിടെ ഞങ്ങളുടെ അവിടെ എന്നാ അയാൾ ആരാന്ന് പോലും ഞങ്ങൾക്ക് ഒരു പിടുത്തല്ലേ? അല്ലേ ഒരാള് വന്ന് ഞങ്ങളുടെ ഒഴിക്കുക ഇതെന്നാ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് അവൻ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോയി. ഞങ്ങൾ കറക്കുന്ന വീഡിയോ ഞങ്ങളുടെ അടുത്തേക്കാൾ സൂപ്പറായിട്ട് അവൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്കാൾ സൂപ്പറായിട്ട് അവൻ എടുത്തിട്ടുണ്ട്. ഞാൻ വല്ല MVDക്ക് അയച്ചു കൊടുക്കാന്ന് അറിയില്ല. എന്തായാലും സസ്പെൻഷൻ കിട്ടാൻ ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോ സസ്പെൻഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലേ? സസ്പെൻഷൻ കിട്ടില്ല, പക്ഷെ പരീക്ഷ എഴുതി കിട്ടിയത് പറയുമോ? ദൈവമേ. പിന്നെ ഒരാളെ കുത്തി കൊന്നിട്ട് ആ പുള്ളി പരീക്ഷ അപ്പം MVDക്ക് വിളിക്കുമെന്നറിയില്ല. നമ്പർ കിട്ടിക്കാണല്ലേ? എനിക്കറിയത്തില്ല എന്തായാലും എന്നാ ഉണ്ടാകാൻ പോകുന്നത് എനിക്കറിയത്തില്ല. സീനല്ല, നമുക്ക് ബാക്കി ഇങ്ങോട്ട് നേടാ. ഇവിടെ വണ്ടി പോലും എടുത്ത് കറക്കാൻ പറ്റില്ല. അത് കോളേജിന്റെ ഗ്രൗണ്ടൊന്നും അല്ല, പള്ളിയുടെ ഗ്രൗണ്ടാ. അപ്പം അവിടെ ചുമ്മാ ചെയ്തോ അങ്ങോട്ട്. എനിക്ക് വലിയ മോശമായിട്ട് ചെയ്ത് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു കടയിലാണ്. എന്താ ശോകമായിരിക്കാണ്. കുഴപ്പമില്ല, എന്തേലും വണ്ടിക്കായിട്ട് എന്തേലും വന്നാലേ ഉള്ളൂ. വല്ലതും MVDക്കും എല്ലാം കുണച്ചാലേ ഉള്ളൂ. അതിന് മറ്റൊരു വ്ളോഗ് ആയി കാണാൻ കഴിച്ചു. അതുകൊണ്ട് വ്ളോഗിൻ്റെ ചെയ്യാണ്. ഇത്ര ഉള്ളൂ ഞങ്ങളുടെ ഗ്രാജുവേഷൻ. ക്ലൈമാക്സ് വരെ നന്നായിട്ട് പോയതായിരുന്നു. പക്ഷേ ക്ലൈമാക്സിലെ ലാസ്റ്റ് സെഗ്മെന്റ് മാത്രം കാര്യം പറഞ്ഞാൽ എൻ്റെ കിഴപ്പാണ്. പിന്നെ അതിൻ്റെ കാര്യമില്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സൈഡ് പിടിക്കണ്ടേ അല്ലേ? അവൻ്റെ സൈഡ് താങ്ങാൻ പോയിക്കണ്ടേ, വേറെ ഒന്നുമില്ല. സോ ബൈ ബൈ, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.